കൈയടിച്ച് തന്നെ സ്വീകരിക്കുന്ന പടയോട്ടങ്ങൾ. കളിക്കളത്തിന്റെ അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. 8 ടീമുകൾ തമ്മിൽ മുട്ടി 4ലേക്ക് എത്തുന്ന പോരാട്ടം. ഈ കളിക്കളത്തിൽ നിന്ന് മാറി 4ാമന്മാരായി സെമി ഫൈനൽ പിടിക്കാൻ നടന്നു കയറുമെന്ന ചോദ്യങ്ങളുമായി 2 ടീമുകൾ. കളിക്കളത്തിൽ ഒരു പുറത്ത് വയനാടിന്റെ പടക്കൂട്ടങ്ങൾ ചെമ്പടകളത് സുൽത്താൻ ബോയ്, സുൽത്താൻ ബത്തേരി, കടമ്പലിക്കൂട്ടൻ ലൈവിന്റെ നാമധേയക്കാരെങ്കിൽ മറുപുറത്ത് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ചാമ്പ്യൻ 1ാം നമ്പറുകാരൻ ഷാഫിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഷിൻഡോ പട്ടണാനികളുടെ കൈപിടിച്ച് കടന്നു വന്നവർ കൊണ്ടോട്ടി മലപ്പുറം. കൈയടിച്ചെന്ന് സ്വീകരിക്കേണ്ടുന്ന പോരാട്ടം. പടയോട്ട വേദിയുടെ വിസ്മയങ്ങളിലേക്ക് വിസിലടിക്കരുത്, കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. കയ്യടിയുടെ പിൻബലത്തിൽ കളിക്കളങ്ങളെ തേച്ചുമിനിക്ക് കടന്നു പോകാൻ ഉറപ്പിക്കുന്നെങ്കിൽ 3ാം നമ്പറിൽ നസീർ എന്ന ചാമ്പ്യൻ പോരാളി കളിക്കളത്തിന് പുറത്ത് കായിക ആസ്വാദകർക്കിടയിൽ സ്വന്തം കൂട്ടുകാരിയും സ്വന്തം പ്രിയതമയും മക്കളും കളി കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരെയും കൂട്ടി വയനാടിന്റെ മണ്ണിലേക്ക് കളിക്കളം തേച്ചു നിൽക്കാൻ കടന്നു വന്ന പച്ചപ്പടയുടെ 3ാം നമ്പർ പോരാളി നസീറിനെ കൂട്ടുപിടിച്ച് കൊണ്ടോട്ടിയെങ്കിൽ മറുപുറത്ത് ആവേശത്തിന്റെ പടയോട്ടങ്ങളത് വയനാട് അയ്യാറിയുടെ അട്ടല്ലെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സജിത്ത് പുത്തൻകുന്ന് 1ാം നമ്പറിൽ അണിനിരക്കുന്ന പോരാട്ടങ്ങളും അണിയിച്ചൊരുക്കിക്കൊണ്ട് രാകേഷും നിഷാദും ബിജുവും ഷൗക്കത്തും ഷാഫിയും ഹരീഷുമെല്ലാം അണിനിരക്കുന്ന പോരാളികളത് അവരുടെ ഏറ്റവും നല്ല കളിക്കൂട്ടുകാരൻ വിടമറിഞ്ഞുപോയ വിജയത്തെ ചിത്രമങ്ങനെ നെഞ്ചിൽ ആലേഖനം ചെയ്തുകൊണ്ട് സുൽത്താൻ ബോയ്, സുൽത്താൻ ബത്തേരി എന്നിൽ മറുപുറത്ത് വീണ്ടും ഈ പോരാട്ട കളത്തിലേക്ക് ജിൻസ് മുണ്ടന്താനം തയ്ച്ചു കൊടുത്ത പച്ചക്കുപ്പായം അണിഞ്ഞുകൊണ്ട് മലപ്പുറത്തിന്റെ പച്ചപ്പട കൂട്ടങ്ങളായി കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പോരാളികൾ എവർഷായി കൊണ്ടോട്ടി ഷിൻഡോ പട്ടണാലിക്കലിന്റെ പോരാളി കൂട്ടങ്ങൾ കായികാസ്വാദകർ കൈയടിച്ചൊന്ന് സ്വീകരിച്ച് കളിയാട്ടത്തിന്റെ പോരാട്ടങ്ങളും അണിയിച്ചൊരുക്കി മലയാളത്തിന്റെ മടിത്തട്ടിൽ തുടങ്ങി മലയാളിയുടെ മനസ്സിലേക്കും അവിടുന്ന് മണലാരണ്യത്തിലേക്കും വരെ എത്തിച്ചേർന്ന കമ്പവലി മാമാങ്കത്തെ മനോഹരങ്ങളായ മിന്നാരങ്ങളാക്കി വഴിയും പിഴിവും ചേർത്ത് കളിപ്രേമികളുടെ കൈവിരത്തുമ്പിലെ മൊബൈൽ മുഖങ്ങളിലേക്ക് എത്തിച്ചേർന്ന പുത്തൻകുന്നുകാരൻ സജിത്തിന്റെ പൊന്നാരമുത്ത് ദേവി ചന്ദ്രയുടെ ക്യാമറ കണ്ണിലൂടെ കളിക്കളം കണ്ടു നിൽക്കുന്ന പോരാളി കൂട്ടമെങ്കിൽ ഒരു പുറത്ത് പാലക്കാടൻ കുലപതി പ്രജൂഷ് എന്ന പ്രജുവിന്റെ വടപ്പലിക്കാരൻ മാൾട്ടയിലൂടെ ലോകമെങ്ങുമുള്ള കളിപ്പോരാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പവലിയുടെ ബൃഹത്തായ പോരാട്ടമെന്ന് കൈയടിച്ച പ്രിയമുള്ളവരെ. അപകടം പതിയിരിക്കുന്ന അത്ഭുത ദ്വീപുകളിലെ അമൂല്യ നിധികുംഭങ്ങളുടെ അവസാന അടയാളങ്ങളും തേടി കലിയടങ്ങാത്ത ആഴക്കടലിലേക്ക് അലറിക്കുതിക്കുന്ന തിരകൾക്ക് മേലെ നെഞ്ചുറപ്പോടെ നീട്ടിക്കിടക്കുന്ന നിധിവേട്ടക്കാരെ പോലെ കളിയിടങ്ങളിൽ വാൾക്കരുത്തുകൊണ്ടും കൈക്കരുത്തുകൊണ്ടും കമ്പവലിയുടെ കമനീയ കാഴ്ചകൾ സമ്മാനിക്കാൻ അലതിരിക്കുന്ന വേട്ടക്കാരന്റെ ചതിക്കടികൾക്ക് മേലെ കടന്നു കയറുന്ന പോരാളികൾ തിരിച്ചു വരവേ. ആദ്യ പോരാട്ടത്തിന്റെ സൂപ്പർ സെറ്റിൽ തിരിച്ചു വരവിന്റെ പാതയൊരുക്കി ആദ്യ കളിക്കളം കൈപ്പിടിയിൽ ഒതുങ്ങുന്നു ഷിൻഡോ പട്ടണാലിക്കലിന്റെ പോരാളികൾ എവർഷൈൻ കൊണ്ടോട്ടി ഷാഫിയും കൂട്ടാളികളും മത്സരങ്ങളും 2ാം സെറ്റിലേക്ക്. രണ്ടാം സെറ്റിന്റെ ആവേശങ്ങൾ കളിക്കളത്തിൽ. സെമി ഫൈനലിനെ വെല്ലുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. കളിക്കളത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് കളിമികവിന്റെ പോരാട്ടക്കളം തേച്ചുമിനിക്ക് എത്തിച്ചേർന്നവർ എവർഷൈൻ കൊണ്ടോട്ടി. ക്രിക്കറ്റ് കളിക്കളങ്ങളിൽ നിന്നും കരീബിയൻ കരുത്തറിയിച്ച പോരാളിയെ പോലെ വടംവലിക്കളങ്ങളിലെ ക്രിസ്കയിൽ എന്ന അമരനാമത്തിൽ അറിയപ്പെടുന്ന ബെനാത്ത് എന്ന 2ാം നമ്പറുകാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് എവർഷൈൻ കൊണ്ടോട്ടി പച്ചപ്പടയുടെ പോരാളികൾ കളിക്കളത്തിന്റെ നടുത്തളമെന്ന് കീഴടക്കി 2ാം സെറ്റും കൈപ്പിടിയിൽ ഒതുങ്ങാൻ ഉറപ്പിക്കുന്നെങ്കിൽ പോരാട്ടങ്ങളുടെ വിസ്മയം തീർത്തുകൊണ്ട് പോരാട്ടങ്ങളുടെ കളിക്കളത്തിലേക്ക് കടന്നെത്തിയവർ കഴിഞ്ഞ കർക്കിടകത്തിലെ കാലവർഷക്കാലത്ത് വയനാടിന്റെ നെഞ്ചുകീറി മലയാളക്കരയെ കണ്ണീർ പുഴയാക്കി കാത്തുകെട്ടി കൂട്ടിവെച്ച പൊന്നിനും പൊടിക്കുമൊപ്പം പൊന്നുകൊണ്ടും പതിക്കാനാവാത്ത 500-ൽ പരം മനുഷ്യ ജീവനുകളുമായി ചൂരൽ മലയിലെ മന്നം മലയും ഒന്നാകെ മുണ്ടക്കൈ പുഴയിലൂടെ കുത്തിയൊഴുകി ചാലിയാറിലെ
ഗോളിലേക്ക് ചാരി കയറിയപ്പോൾ തിരിച്ചു കിട്ടിയ പ്രാണൻ മുറുകെ പിടിച്ച് ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് ഓടിക്കയറിയവരെ പോലെ കളിക്കളം അനായാസേന കൈപ്പിടിയിലൊതുക്കി കൊണ്ടോട്ടി മത്സരക്കളത്തിലെ സെമി ഫൈനലിസ്റ്റുകളായി കടന്നു.